Hello everyone, welcome back to Learnwise. I am Shani Dharmish. ലേൺവൈസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് സിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള പ്രോസസ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ ബേസിക്കലി നമുക്കറിയാം, ലേൺവൈസിൽ എൻറോൾ ചെയ്യുന്ന ലേണേഴ്സിൽ രണ്ട് വിഭാഗക്കാരുണ്ട്. അതിലൊന്ന് ഓൾറെഡി ഇഗ്നോ അഡ്മിഷൻ എടുത്ത് ലേൺവൈസിൽ എൻറോൾ ചെയ്യുന്നവരുണ്ടാവാം. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ലേൺവൈസിന്റെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ലേൺവൈസ് ത്രൂ ഇഗ്നോ അഡ്മിഷൻ എടുക്കണം എന്ന ആഗ്രഹത്തോടെ വരുന്നവരുണ്ട്. ഇതില് ഓൾറെഡി ഇഗ്നോ അഡ്മിഷൻ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇഗ്നോ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് അവർക്ക് പ്രധാനമായിട്ടൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ലഭിക്കാനില്ല. ബട്ട് അവരുടെ പോസ്റ്റ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അഡ്മിഷൻ എടുത്തതിന് ശേഷം എക്സാം രജിസ്ട്രേഷൻ, റീ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിഷൻ, ഇഗ്നോ അപ്ഡേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഇൻഫർമേഷൻസും സപ്പോർട്ട്സും കൃത്യമായ സമയങ്ങളിൽ അവർക്ക് ലഭ്യമാക്കുന്നതും ലേൺവൈസിന്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തതായിട്ട് ലേൺവൈസിൽ എൻറോൾ ചെയ്ത് ഇഗ്നോ അഡ്മിഷൻ എടുക്കാത്തവരെ സംബന്ധിച്ചുള്ള അവർക്കുള്ള ഇഗ്നോ അഡ്മിഷൻ സപ്പോർട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് ഇഗ്നോയിലെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ലേൺവൈസിന്റെ സപ്പോർട്ടോടുകൂടി എന്തൊക്കെ പ്രോസസ്സും കാര്യങ്ങളും ഏത് വിധത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ രണ്ട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയേണ്ടതുണ്ട്. അതിലാദ്യം ഇഗ്നോ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം. അതിലൂടെ നമുക്കൊരു ലോഗിൻ ഐഡിയും പാസ്വേഡും ലഭിക്കും. പിന്നെയാണ് 8 സ്റ്റെപ്സോളം വരുന്ന ഈ ഒരു ഫ്രഷ് അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. അതിൽ ഓരോ സ്റ്റെപ്സിലും നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ മൊബൈൽ നമ്പർ, പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അതിന്റെ ഒരു പ്രിവ്യൂ നമ്മുടെ മുൻപിൽ ഓപ്പൺ ആയിട്ട് വരും. അത് നമുക്ക് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ച് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിലും ഇതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യണം. 3, 4, 5, 6, 7 ഇതിലൊക്കെ തന്നെ നമ്മുടെ കോഴ്സ് സെലക്ഷൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അവസാന സ്റ്റേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ 8ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഫീ പേയ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 7 സ്റ്റേജിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ഒക്കെ പ്രിവ്യൂ മുൻപിൽ വരും. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ 7ൽ നിന്ന് 8ലേക്ക് കടക്കുന്നതോടുകൂടി ഇനി എഡിറ്റിംഗ് ഓപ്ഷൻ ഒന്നും നമുക്ക് മുൻപിലില്ല. നമ്മൾ പിന്നെ ഫീ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ നമ്മൾ ഈ ഫീ പേയ്മെന്റും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ ഫീ പേയ്മെന്റ് ചെയ്തതിന്റെ അക്നോളജ്മെന്റ് സ്ലിപ്പും നമുക്ക് മെയിൽ വഴി യൂണിവേഴ്സിറ്റി ലഭ്യമാക്കുന്നതാണ്. ഇനി നമുക്ക് ലേൺവൈസിന്റെ സപ്പോർട്ടോടുകൂടി എങ്ങനെയാണ് ഇഗ്നോ അഡ്മിഷൻ എടുക്കുന്നത്, അതിന്റെ പ്രോസസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ബേസിക്കലി നമുക്കറിയാം, ഇഗ്നോ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ വെച്ചിട്ട് 11ഓളം പ്രോഗ്രാമുകൾക്കുള്ള കോച്ചിങ് ആണ് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതില് 6 ഡിഗ്രി പ്രോഗ്രാമുകളും 5 PG പ്രോഗ്രാമുകളും വരുന്നുണ്ട്. അതിൽ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് വരികയാണെങ്കിൽ BBA, bcom ജനറൽ, ബി ഓണേഴ്സ് ഇംഗ്ലീഷ്, ബി ഓണേഴ്സ് സോഷ്യോളജി, ബി ഓണേഴ്സ് സൈക്കോളജി, ബി ഓണേഴ്സ് ഹിസ്റ്ററി എന്നിങ്ങനെ 6 പ്രോഗ്രാമുകളാണവ. ഇനി PG കോഴ്സുകളിലേക്ക് വരികയാണെങ്കിൽ MBA, mcom, MA സോഷ്യോളജി, MA സൈക്കോളജി, MA ഇംഗ്ലീഷ് എന്നിങ്ങനെ 5 കോഴ്സുകളും വരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ 11 കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിൽ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ലേൺവൈസിന്റെ സപ്പോർട്ടോടുകൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം അയച്ചു തരികയും ചെയ്യും. ഈ ഗൂഗിൾ ഫോം വഴിയാണ് നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ അയക്കേണ്ടത്. അത് ലേൺവൈസ് ടീം വെരിഫൈ ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ സപ്പോസ് നിങ്ങൾ MBA എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ MBAക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഒരു ഗൂഗിൾ ഫോം രൂപത്തിൽ നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ MBAയുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷൻ ഫോം കാണാൻ സാധിക്കും. അപ്പൊ അതിന് താഴെ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ലേൺവൈസിന്റെ MBA പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ ഫോമാണിത്. ഈ ഫോമിലൂടെ നൽകുന്ന വിവരങ്ങളായിരിക്കും നിങ്ങളുടെ ഇഗ്നോ അഡ്മിഷന് വേണ്ടി ലേൺവൈസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിലൂടെ അയക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ കറക്റ്റ് ആണ്, കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്, ഫോം പൂരിപ്പിക്കുന്നതിന് മുൻപായി താഴെ നൽകിയ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന വിധം തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുക. അതുകൂടി നോക്കുക. ഇനി എലിജിബിലിറ്റി പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊരു MBA കോഴ്സാണ്. MBAയിലേക്ക് വരികയാണെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മളൊരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് 50% ആയിരിക്കണം. ഇനി നമ്മൾ റിസർവേഷൻ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ മിനിമം മാർക്ക് എന്ന് പറയുന്നത് 45% ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോച്ചിങ് നൽകുന്ന 11 കോഴ്സുകളിൽ MBA കോഴ്സിന് മാത്രമാണ് ഇത്തരത്തിലൊരു നിബന്ധന വരുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ബാക്കി 10 കോഴ്സുകൾക്കും പാസ് മാർക്കോട് കൂടി നിങ്ങൾ പ്രീവിയസ് ആയിട്ട് പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ ആണ് എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ ഒരു ഡിഗ്രി കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ +2 ജസ്റ്റ് പാസ് ആയിട്ടുണ്ടായാൽ മതി. ഇനി ഏതെങ്കിലും ഒരു PG കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് ജസ്റ്റ് പാസ് ആയിട്ടുണ്ടായാൽ മതി. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. MBAക്കാണ് ഇത്തരത്തിലൊരു നിബന്ധന വരുന്നത്. ഇനി നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതില് 100 KB താഴെ സൈസ് ഉള്ളതായിരിക്കണം നമ്മുടെ ഒറിജിനൽ സ്കാൻ ചെയ്ത ഫോട്ടോയുടെ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത കോപ്പി. അതുപോലെ തന്നെ സ്കാൻഡ് സിഗ്നേച്ചർ, വൈറ്റ് പേപ്പറിൽ നമ്മൾ എഴുതിയ
അതിന്റെ സ്കാൻ ചെയ്ത ഒരു കോപ്പി. രണ്ടും 100 KB താഴെ സൈസുള്ളതായിരിക്കണം. അതുപോലെ തന്നെ 200 KB താഴെ സൈസുള്ളതായിരിക്കണം നമ്മുടെ റെലവന്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നമുക്ക് മുൻപ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വരുന്നതാണ് BPL സർട്ടിഫിക്കറ്റ്. അതായത് നമ്മൾ ബിലോ പോവർട്ടി ലൈനിൽ വരുന്ന ഒരാളാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇത്തരത്തിൽ താഴെ പറഞ്ഞ 3 200 KB താഴെ സൈസ് ഉള്ളത് ആയാൽ മതി. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ നമ്മുടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലോഗിൻ ID ആണ്. നമ്മൾ ലോഗിൻ ID ആയിട്ട് എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ട, ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് നെയിം ആണ്. അതായത് നമ്മുടെ റെലവന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സിലൊക്കെ തന്നെ ശരിക്കുമുള്ള നമ്മുടെ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിലുള്ള ശരിക്കുമുള്ള നമ്മുടെ പേര് കൃത്യമായിട്ടുള്ള സ്പേസും അതുപോലെ തന്നെ ഡോട്ടുകളൊക്കെ തന്നെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ 10ലെ അല്ലെങ്കിൽ +2 തന്നെ സർട്ടിഫിക്കറ്റിലുള്ള പേര് എന്താണ് അത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് റെഡ് കളറിൽ ഒരു സ്റ്റാർ മാർക്ക് കാണാം. അപ്പൊ ഈ റെഡ് കളറിൽ സ്റ്റാർ മാർക്ക് ഉള്ളതൊക്കെ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാത്തതെല്ലാം തന്നെ ഓപ്ഷണൽ ആണ്. ഇവിടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. കാരണം യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ചാനൽ എന്ന് പറയുന്നത് ഈ ഇമെയിൽ അഡ്രസ് ആണ്. അപ്പൊ നിങ്ങളെ എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇമെയിൽ ID മാക്സിമം ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു ഓൾട്ടർനേറ്റ് ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്, ഓപ്ഷണൽ ആണ്. പിന്നെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, മാക്സിമം നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ ഓപ്ഷണൽ ആയിട്ട് ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അമ്മയുടെ പേര് ചോദിക്കുന്നുണ്ട്, അച്ഛന്റെ പേര് ചോദിക്കുന്നുണ്ട്, ഗാർഡിയന്റെ നെയിം ചോദിക്കുന്നുണ്ട്, ഗാർഡിയന്റെ റിലേഷൻ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ കമ്പൽസറി ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ താഴേക്ക് വരുമ്പോൾ ജെൻഡർ ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ടെറിട്ടറി ഏത് ഏരിയ ആണ്, അതായത് അർബൻ ആണോ റൂറൽ ആണോ ട്രൈബൽ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. റിലീജിയൻ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ കാറ്റഗറി വരുന്നുണ്ട്. കാറ്റഗറിയിൽ നമ്മൾ അൺറിസർവ്ഡ് ആണോ, SC ആണോ, ST ആണോ, OBC ആണോ, OBCയിൽ തന്നെ നോൺ ക്രീമി വരുന്നുണ്ട്, ക്രീമി ലെയർ വരുന്നുണ്ട്. അതുപോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണോ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ആഡ് ചെയ്യുക. പിന്നെ വരുന്ന മൈനോറിറ്റി സ്റ്റേറ്റസ് ആണ്. നമ്മൾ മൈനോറിറ്റി ആണോ അല്ലേ എന്നുള്ളത് കൊടുക്കുക. മാരിറ്റൽ സ്റ്റേറ്റസ് ചോദിക്കുന്നുണ്ട്, സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. സോഷ്യൽ സ്റ്റേറ്റസ് ചോദിക്കുന്നുണ്ട്, അതായത് എക്സ് സർവീസ്മാൻ ആണോ അല്ലെങ്കിൽ കശ്മീരി മൈഗ്രന്റ് ആണോ അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ, ഇതിൽ ഏതാന്ന് വെച്ചാൽ കൊടുക്കാം. പിന്നെ വരുന്നതാണ് അഡ്രസ്. അപ്പൊ അഡ്രസ് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇപ്പൊ നിലവിൽ താമസിക്കുന്ന ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ വീടിന്റെ അഡ്രസ് കൊടുക്കുക. ഇപ്പൊ നിങ്ങളുടെ സ്വന്തം വീട് കോഴിക്കോടാണെന്ന് വിചാരിക്കുക. ബട്ട് നിങ്ങളിപ്പോ വർക്കിന്റെ ഭാഗമായിട്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും തിരുവനന്തപുരത്താണ് ഇപ്പൊ ഒരുപാട് കാലമായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, തിരുവനന്തപുരത്ത് നിങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം മറ്റൊന്നല്ല, യൂണിവേഴ്സിറ്റി അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ റെലവന്റ് അഡ്രസ്സിലായിരിക്കും. അപ്പൊ നിങ്ങൾ എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ അഡ്രസ്സിലേക്ക് എത്തുന്നതല്ലേ ഏറ്റവും എളുപ്പം. സോ നിങ്ങളിപ്പം നിലവിൽ താമസിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ഏതാണോ അതിന്റെ അഡ്രസ് തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സിറ്റി ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക, ഡിസ്ട്രിക്ട് കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, പിൻകോഡ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെ തന്നെ നിങ്ങളിലേക്ക് മാക്സിമം സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഡയറക്റ്റ് എത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് അല്ലെങ്കിൽ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് എന്താണ്, ഇയർ ഓഫ് പാസിംഗ് ആണ്. അതായത് നിങ്ങൾ ഡിഗ്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ +2 പാസ്സായ ഇയർ ഏതാണെന്നുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ PGക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി പാസ്സായ വർഷം ഏതാണെന്ന് കൊടുക്കുക. പിന്നെ ഡിവിഷൻ ചോദിക്കുന്നുണ്ട്, അതായത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അല്ലെങ്കിൽ ജസ്റ്റ് പാസ്, ഇതിൽ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ പെടുന്നത് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് പെർസെന്റേജ് കണക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതില് ജസ്റ്റ് പാസ് ആണെങ്കിൽ ലേൺവൈസ് കോച്ചിങ് തരുന്ന ബാക്കി 10 കോഴ്സുകൾക്കും ജസ്റ്റ് പാസ് ആണെങ്കിൽ തന്നെ നിങ്ങൾ എലിജിബിൾ ആണ്. എന്നാൽ നമ്മുടെ ഈ MBA കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും ഉൾപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ MBAക്ക് എലിജിബിൾ ആവാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പെർസെന്റേജ് എത്ര എന്നുള്ളത് അതിന്റെ തൊട്ട് താഴെ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ നിങ്ങൾ MBAക്ക് മുൻപ് ഡിഗ്രി ചെയ്ത യൂണിവേഴ്സിറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, കണ്ണൂരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചെങ്കിൽ അതും നിങ്ങൾക്ക് കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങൾ ഡിഗ്രിക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ +2 പഠിച്ച സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു വിഭാഗത്തിൽ വരിക. ഇനി ബോർഡ് റോൾ നമ്പർ ഓർ യൂണിവേഴ്സിറ്റി എൻറോൾമെന്റ് നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ PGക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി എൻറോൾമെന്റ് നമ്പർ എന്തായിരുന്നു, അല്ലെങ്കിൽ ഡിഗ്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ +2 എൻറോൾമെന്റ് നമ്പർ എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക. പിന്നെ വരുന്നു സെലക്ട് മെയിൻ സബ്ജക്ട്. നിങ്ങൾ +2 ഡിഗ്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ +2 മെയിൻ സബ്ജക്ട് ഏതായിരുന്നു, അല്ലെങ്കിൽ PGക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി മെയിൻ സബ്ജക്ട് ഏതായിരുന്നു, കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, ഇനി അതർ ആണെങ്കിൽ അതർ കൊടുക്കാം. എംപ്ലോയ്മെന്റ് സ്റ്റേറ്റസ് ചോദിക്കുന്നുണ്ട്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അൺഎംപ്ലോയിഡ് ഉണ്ട്, IGNOU റെഗുലർ എംപ്ലോയി ഉണ്ട്, എംപ്ലോയിഡ് ഉണ്ട്, അതുപോലെ KVS എംപ്ലോയിഡ് ഉണ്ട്. അതിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊടുക്കുക. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആപ്ലിക്കബിൾ, ഇപ്പൊ ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ, നിങ്ങൾ ഡിസബിലിറ്റി ഇല്ലാത്ത ആളാണെങ്കിൽ. ഇനി ഉണ്ടെങ്കിൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇമ്പയർമെന്റ് വരുന്നു, ലോക്കോമോട്ടർ ഇമ്പയർമെന്റ് വരുന്നു, വിഷ്വൽ ഇമ്പയർമെന്റ്, റീഡിംഗ് ഡിസബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ
ആർ യു ഓൾറെഡി എ സ്റ്റുഡന്റ് ഓഫ് IGNOU ഫോർ അതർ പ്രോഗ്രാംസ്? IGNOയിൽ മറ്റേതെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി ഓൾറെഡി സ്റ്റുഡന്റ് ആയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ആണോ നോ ആണെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ വരുന്നത് പ്ലീസ് ചൂസ് യുവർ റീജിയണൽ സെന്റർ ഫോർ അഡ്മിഷൻ എന്നുള്ളതാണ്. അതിൽ റീജിയണൽ സെന്റർ മീൻസ് എ സെന്റർ എസ്റ്റാബ്ലിഷ്ഡ് ഓർ മെയിൻറ്റൈൻഡ് ബൈ ദി IGNOU ഫോർ ദി പർപ്പസ് ഓഫ് കോർഡിനേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ വർക്ക് ഓഫ് ദി സ്റ്റഡി സെന്റേഴ്സ് ഇൻ ദ റീജിയൻ. അപ്പം കേരളത്തിൽ പ്രധാനമായിട്ടും 3 റീജിയണൽ സെന്റേഴ്സ് ആണുള്ളത്. വടകര, കൊച്ചിൻ, ട്രിവാൻഡ്രം. ഇതിന് ഒക്കെ കീഴിൽ തന്നെ ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് വരുന്നുണ്ട്. ഈ സ്റ്റഡി സെന്റേഴ്സ് വഴിയായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് ക്വയറീസ് ഒക്കെ തന്നെ വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ റീജിയണൽ സെന്റർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് വടകരയാണോ, കൊച്ചിയാണോ, ട്രിവാൻഡ്രമാണോ. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് നമ്പർ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ 6 പേജ് ഉണ്ടെന്ന് കാണാം. ഇനി നമ്മൾ സെക്കൻഡ് പേജിലേക്ക് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പേജിലേക്ക് കടക്കാൻ വേണ്ടി താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ നമ്മൾ പേജ് 1 കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ വടകരയായിരുന്നു റീജിയണൽ സെന്റർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പേജ് 2ലേക്ക് കടക്കുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് വടകര റീജിയണൽ സെന്ററിന് കീഴിൽ വരുന്ന ഏതെങ്കിലും സ്റ്റഡി സെന്റർ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ എന്താണ് സ്റ്റഡി സെന്റർ നോക്കുമ്പോൾ പ്രധാനമായിട്ട് അവിടെ പറയുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഗൈഡൻസുകളും അതുപോലെ എക്സാംസ് റൈറ്റ് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങളും അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനും അതുപോലെ കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ തരുന്നത് ഈ പ്രധാനപ്പെട്ട റീജിയണൽ സെന്റേഴ്സിന് കീഴിൽ വരുന്ന സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ MBA കോഴ്സാണ്. അപ്പോൾ വടകര റീജിയണൽ സെന്ററിന്റെ കീഴിൽ എത്ര സ്റ്റഡി സെന്റേഴ്സ് MBA കോഴ്സിന് വരുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ ആ ചൂസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 എണ്ണമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റഡി സെന്റർ നിങ്ങൾ സെലക്ട് ചെയ്യണം. സപ്പോസ് ഞാൻ JDT ഇസ്ലാം സെലക്ട് ചെയ്തു. അങ്ങനെ പേജ് 2 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേജ് നമ്പർ 5ലേക്ക് ആക്കുക. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് നമ്പർ 3യിൽ വരുന്നത് കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ കീഴിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റഡി സെന്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. പേജ് നമ്പർ 4ലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം റീജിയണൽ സെന്ററിന്റെ കീഴിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റഡി സെന്ററിന്റെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. നമ്മൾ വടകര സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മൾ നേരെ പോകുന്നത് പേജ് നമ്പർ 5ലാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അവിടെ മുകളിൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് സജസ്റ്റഡ് ടു സ്കാൻ ഡോക്യുമെന്റ്സ് ഫ്രം യുവർ ഒറിജിനൽസ്. അപ്പൊ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെ ആയിരിക്കണം സ്കാൻ ചെയ്യേണ്ടത്. അതിന്റെ സൈസും ഏത് ഫോർമാറ്റിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ ആഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ആവശ്യമായ സൈസിലേക്ക് ഇവയൊക്കെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ കൺവേർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് സമയം കളയണ്ട. നിങ്ങളുടെ കയ്യിൽ ഏത് സൈസിലാണോ ഈ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതേ സൈസിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. എന്തായാലും നമ്മുടെ ലേൺവൈസ് ടീം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് IGNOയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ആവശ്യമായ സൈസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട, ഫുൾ സപ്പോർട്ട് നമ്മൾ തരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവസാനമായിട്ട് 6ാമത്തെ പേജിലേക്ക് കടക്കും. അവിടെ ഒരു ഡിസ്ക്ലോഷർ ആണ്, അതായത് ഈ കോഴ്സിന് നമ്മൾ ഓക്കെ ആണ് അല്ലെങ്കിൽ എല്ലാം തന്നെ കൃത്യമായിട്ടാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അക്നോളജ് ചെയ്യണം. അക്നോളജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ താഴെ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ അഡ്മിഷൻ ഫോം നമ്മൾ ഗംഭീരമായിട്ട് അല്ലെങ്കിൽ വിജയകരമായിട്ട് ഫിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ശേഷം നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എത്രയാണോ ഫീസ് വരുന്നത് ആ ഫീസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഫീസ് കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിലേക്ക് നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. അങ്ങനെ ഈ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ എത്തിയതിനു ശേഷം നിങ്ങളുടെ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസും ഡാറ്റയും ഒക്കെ ഉപയോഗിച്ച് ഈ ഒരു എമൗണ്ടും ഉപയോഗിച്ച് നിങ്ങളുടെ IGNOU ഫ്രഷ് അഡ്മിഷൻ പ്രോസസ് ലേൺവൈസ് ടീം ഗംഭീരമായിട്ട് ആരംഭിക്കും. അതിനുശേഷം വാട്സപ്പ് വഴി നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും നമ്മൾ അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കും. ആ വാട്സപ്പ് മെസ്സേജിൽ പ്രധാനമായിട്ടും പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് ലേൺവൈസ് ഇൻഡക്ഷൻ യുവർ ആപ്ലിക്കേഷൻ ഫോർ ദി IGNOU ഹാസ് ബീൻ ഫൈൽഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. യു വിൽ റിസീവ് ദി IGNOU ID കാർഡ് വൺസ് ദ വെരിഫിക്കേഷൻ ഈസ് ഡൺ ബൈ ദി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ID കാർഡ് ഒഫീഷ്യലി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ തന്നെ സാധിക്കുന്നു. പിന്നെ നോക്കുക, യു ക്യാൻ ചെക്ക് യുവർ അഡ്മിഷൻ സ്റ്റേറ്റസ് ഫ്രം എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തന്നിട്ടുണ്ട്. അതുവഴി നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റേറ്റസ് നോക്കാം. അതിന് താഴെ വരുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലീസ് ഫീൽ ഫ്രീ ടു ഗെറ്റ് ബാക്ക് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ലേൺവൈസ് ടീമിനായിട്ട് ബന്ധപ്പെടാനുള്ള കോൾ ചെയ്യാനുള്ള നമ്പറും വാട്സ്ആപ്പ് നമ്പറും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് യു ക്യാൻ ചെക്ക് യുവർ അഡ്മിഷൻ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിഷൻ സ്റ്റേറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും താഴെ നമ്മളുടെ യൂസർ ലോഗിൻ ഐഡിയും പാസ്വേഡും ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്റ്റേറ്റസ് നമുക്ക് വെരിഫൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ ലോഗിൻ ഐഡി, പാസ്വേഡ് അതുപോലെ ക്യാപ്ച എല്ലാം ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ ഹോം പേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന് താഴെ മൈ ആപ്ലിക്കേഷൻസ് ഉണ്ട്, മൈ ട്രാൻസാക്ഷൻസ് ഉണ്ട്, അഡ്മിഷൻ
ഡിസ്ക്രിപ്പൻസി വരുന്നുണ്ട്, അപ്ലൈ ന്യൂ പ്രോഗ്രാം എന്നുള്ള ഓപ്ഷൻസ് കാണാം. അതിൽ നമുക്ക് മൈ ആപ്ലിക്കേഷൻസ് നോക്കാം. അതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സമ്മറി വരുന്നുണ്ട്, നമ്മുടെ സ്റ്റുഡന്റിന്റെ കൺട്രോൾ നമ്പർ, എൻറോൾമെന്റ് നമ്പർ, കോഴ്സ് അപ്ലൈഡ്, ഏത് കോഴ്സിലാണ്, MA ഇംഗ്ലീഷ് എടുത്ത സ്റ്റുഡന്റിന്റെ ആപ്ലിക്കേഷൻ സമ്മറി ആണിത്. അദ്ദേഹത്തിന്റെ റീജിയണൽ സെന്റർ കൊച്ചിൻ വരുന്നുണ്ട്, പ്രോഗ്രാം സ്റ്റഡി സെന്റർ ഏതാണെന്നുള്ളത് വരുന്നുണ്ട്, പിന്നെ പേയ്മെന്റ് അക്നോളജ്മെന്റ് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അഡ്മിഷൻ സ്റ്റേറ്റസും കാണിക്കുന്നുണ്ട്. അഡ്മിഷൻ സ്റ്റേറ്റസിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ അഡ്മിഷൻ ഇവിടെ കൺഫേം ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ID ഡൗൺലോഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇനി അവിടെ എന്താണ്, അഡ്മിഷൻ സ്റ്റേറ്റസിൽ ഫ്രഷ് ആപ്ലിക്കേഷൻ എന്നാണ് കാണുന്നതെങ്കിൽ നമ്മുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടില്ല, ഫ്രഷ് ആപ്ലിക്കേഷൻ എന്ന് കാണിക്കും, അത് കൺഫേം ആയിട്ടില്ല. ബട്ട് കുറഞ്ഞ ദിവസം കൊണ്ട് അത് കൺഫേം ആവുന്നതാണ്, അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട. ഇനി നമുക്ക് ഇതില് നമ്മുടെ എങ്ങനെയാണ് പ്രിന്റ് പേയ്മെന്റ് അക്നോളജ്മെന്റ്, അതായത് നമ്മുടെ അക്നോളജ്മെന്റ് സ്ലിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ അക്നോളജ്മെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ പേയ്മെന്റ് സ്ലിപ്പ് ആണിത്. അതിൽ നമ്മുടെ നെയിം, കൺട്രോൾ നമ്പർ, ഇമെയിൽ ID, ഫോൺ നമ്പർ, കോഴ്സ്, രജിസ്ട്രേഷൻ ഫീ പെയ്ഡ് എത്രയാണ് എമൗണ്ട് എന്ന് പറയുന്നുണ്ട്, രജിസ്ട്രേഷൻ ഫോർ ഡീറ്റെയിൽസ്, അത് രജിസ്ട്രേഷൻ ഫോമിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നുണ്ട്, ട്രാൻസാക്ഷൻ ID, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിന്, MA ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സിനാണെങ്കിൽ അവർ എത്ര ഫീസാണ് അടച്ചത്, അത് ഏതൊക്കെ രീതിയിലാണ് എമൗണ്ടുകൾ വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ നിങ്ങൾ മുൻപിൽ കാണുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൺട്രോൾ നമ്പർ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ബോൾഡ് ബ്ലാക്കിൽ കാണാം. പിന്നെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഡീറ്റെയിൽസ്, പ്രോഗ്രാം ടൈപ്പ്, റീജിയണൽ സെന്റർ, മീഡിയം തുടങ്ങിയ കാര്യങ്ങളുണ്ട്, മോഡ് ഓഫ് സ്റ്റഡി, സ്റ്റേറ്റ് ഓഫ് കോഡ്, ഫീ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ ബേസിക് പേരുകളും മറ്റു കാര്യങ്ങളും നമ്മൾ നേരത്തെ ആഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അതെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുക ഏതൊക്കെ കോഴ്സ് ആണ് അദ്ദേഹത്തിന് വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഇയറിൽ അല്ലെങ്കിൽ സെമ്മിൽ എന്നുള്ളത് നോക്കാം. പിന്നെ വരുന്ന അദ്ദേഹത്തിന്റെ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ അപ്ലോഡഡ് എന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് താഴേക്ക് വരുമ്പോൾ സെൽഫ് ഡിക്ലറേഷൻ കാണാം, അത് ഓൾറെഡി ടിക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പെർട്ടിക്കുലർ സിഗ്നേച്ചറും അവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അഡ്മിഷൻ കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ ID കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ID കാർഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ID കാർഡിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അദ്ദേഹത്തിന്റെ എൻറോൾമെന്റ് നമ്പർ ആണ് പാസ്വേഡ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ID കാർഡ് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ നമ്മൾ പാസ്വേഡ് ആയിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കാണാൻ നിങ്ങൾക്ക് നമ്മുടെ ID കാർഡ് അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ID കാർഡ് എന്ത് ചെയ്യുക, അതിൽ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളും, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സീലും നമ്പറും ഫോട്ടോയും സിഗ്നേച്ചറും അതുപോലെ തന്നെ QR കോഡും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊക്കെ തന്നെ ഒന്ന് പ്രിന്റ് എടുക്കുക. ഇതിന്റെ ഒരു ഹാർഡ് കോപ്പി പ്രിന്റ് എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം മാക്സിമം നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോഴൊക്കെ തന്നെ ഹോൾ ടിക്കറ്റിനോടൊപ്പം തന്നെ ഈ ID കാർഡും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹാർഡ് കോപ്പി എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ശേഷം നമ്മൾ തിരിച്ചു വരുന്നു, മൈ ട്രാൻസാക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് എത്രയാണ് എമൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഇനി അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി, ഇവിടെ ഈ സ്റ്റുഡന്റിന്റെ അഡ്മിഷനിൽ നോ ഡിസ്ക്രിപ്പൻസി എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫ്രഷ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് അഡ്മിഷൻ കൺഫേം ആയെന്ന് ഇടക്കിടക്ക് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിന് നിങ്ങൾക്ക് ലേൺവൈസിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ അത് നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്, അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആവുന്നില്ല എന്ന് വരികയാണെങ്കിൽ, എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി വരികയാണെങ്കിൽ തന്നെ ഉടൻ തന്നെ യൂണിവേഴ്സിറ്റിയുടെ മെയിൽ ID നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരുന്നതാണ്, ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ട്, എന്താണ് അതിന്റെ കാരണം, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, അതായത് നിങ്ങളുടെ ഫോട്ടോയുടെ ക്വാളിറ്റിയുടെ പ്രശ്നമാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ തുടങ്ങിയത് കൃത്യമായിട്ട് ആ മെയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പാനിക് ആവണ്ട, ടെൻഷൻ ആവണ്ട. എന്താണ് ആ പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ലേൺവൈസ് ഹെൽപ്പ് ഡെസ്കിനെ അറിയിക്കുക, അവര് അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തി തരുന്നതാണ്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ഇന്ത്യക്കകത്ത് നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോഴുള്ള കാര്യമാണ്. അതായത് ഓൺലൈനായിട്ട് നമുക്ക് ഫ്രഷ് അഡ്മിഷൻ ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. ഇനി നമ്മൾ ഇന്ത്യക്ക് പുറത്ത്, ഇപ്പൊ മിഡിൽ ഈസ്റ്റിലോ ആഫ്രിക്ക പോലുള്ള ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അവിടെയൊക്കെ തന്നെ IGNOUന്റെ സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടാവുന്നതാണ്. അതിന്റെയൊക്കെ ലിസ്റ്റ് നമുക്ക് IGNOUയുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. അതിന്റെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമാണ് പുറം രാജ്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സിൽ കറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷനും മറ്റു കാര്യങ്ങളും എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, IGNOUയുടെ വെബ്സൈറ്റിൽ IGNOU ഓവർസീസ് സ്റ്റഡി സെന്റേഴ്സിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റ് കാണാം, ബാക്കി ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ലഭ്യമാവുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ IGNOUവിലെ ഫ്രഷ് അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കോംപ്രിഹെൻസീവ് സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, വളരെ വിശദമായിട്ട് തന്നെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും
ഗുഡ് ബൈ.